വിശുദ്ധ ഖുർആനിലെ ദുആകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയായ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഖുതുബയിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പ്രാർത്ഥനയെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, രണ്ടുപേരും കഅബ പടുത്തുയർത്തുമ്പോൾ അവർ പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ശേഷം അവർ പ്രാർത്ഥിക്കുന്നത് റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബേ, ഞങ്ങൾ രണ്ടുപേരെയും നിനക്ക് കീഴൊതുങ്ങുന്നവരാക്കണമേ, ഞങ്ങൾ രണ്ടുപേരെയും യഥാർത്ഥ മുസ്ലിങ്ങളാക്കണമേ. അള്ളാഹുവിനെല്ലാം സമർപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യഥാവിധത്തിൽ പാലിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളാക്കി, കീഴൊതുങ്ങുന്നവരാക്കി ഞങ്ങൾ രണ്ടുപേരെയും നീ മാറ്റണമേ. വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമതൻ ലക, അള്ളാഹുവേ, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് ഒരു ഉമ്മത്ത് മുസ്ലിമിനെ, ഒരു മുസ്ലിം സമുദായത്തെ നീ ഉണ്ടാക്കുകയും ചെയ്യണമേ. വഅരിനാ മനാസികനാ, ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. വതുബ് അലൈനാ, നീ ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണമേ. ഇന്നക അൻതത് തവ്വാബുർ റഹീം, തീർച്ചയായും നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണല്ലോ എന്നാണ് സൂറത്തുൽ ബഖറയിലെ 128-ാമത്തെ ആയത്ത്. ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമതൻ ലക. അല്ലാഹുവേ, ഞങ്ങളെ നിനക്ക് കീഴൊതുങ്ങുന്ന മുസ്ലിങ്ങളാക്കണമേ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്ത് മുസ്ലിമിനെ നീ ഉണ്ടാക്കണമേ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥന. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാമും പ്രവാചകന്മാരും ഒക്കെ മുസ്ലിങ്ങളാണ് എന്ന വിഷയത്തിൽ നമുക്കാർക്കും തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനകൾ കൃത്യമായി പാലിച്ച ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു തആല അദ്ദേഹത്തെ പറ്റി പറയുന്നത് തന്നെ അദ്ദേഹം മുസ്ലിമാണ് എന്നുള്ള വിഷയമാണ്. മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയോ നസ്റാനിയോ ആയിരുന്നില്ല, മറിച്ച് ഋജുമാനസ്കനായ ഒരു മുസ്ലിമായിരുന്നു അദ്ദേഹം ബഹുദൈവാരാധകരിൽ പെട്ടവരുമായിരുന്നില്ല എന്ന് സൂറത്തു ആൽ ഇമ്രാനിൻ്റെ 67-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. യഥാർത്ഥ മുസ്ലിം പേരുകൊണ്ട് മാത്രമുള്ള ഒരു മുസ്ലിമല്ല, മറിച്ച് അല്ലാഹു തആല സമർപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ എല്ലാം സമർപ്പിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തിൻ്റെ റബ്ബ് പറഞ്ഞു അസ്ലിം, ഇബ്രാഹിം നീ സമർപ്പിക്കുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അദ്ദേഹം പറഞ്ഞു ഞാൻ ലോകരക്ഷിതാവായ അല്ലാഹുവിന് എല്ലാം സമർപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 131-ാമത്തെ ആയത്ത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുസ്ലിമാവാൻ, അതുപോലെ തന്നെ മുസ്ലിമായി ജീവിക്കുവാൻ, അതുപോലെ മുസ്ലിമായി മരിക്കുവാൻ നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്കറിയാം, സൂറത്തുൽ അറാഫിൽ അതിൻ്റെ 126-ാമത്തെ ആയത്തിൽ കാണാം, മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ഫറോവയുടെ സാഹിറുമാർ മൂസാ അലൈഹിസ്സലാമിനെ തോൽപ്പിക്കണമെന്ന നിയ്യത്തോടുകൂടി മത്സരത്തിൽ പങ്കെടുക്കുകയും മൂസാ നബിയുടേത് സിഹറല്ല എന്നും
അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണെന്നും കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ മൂസയിൽ വിശ്വസിക്കുന്നു, മൂസയുടെയും ഹാറൂൻ്റെയും റബ്ബിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാം പ്രഖ്യാപിച്ച ആ സാഹിറുമാർ, അവരെ ഫിർഔൻ ഭീഷണിപ്പെടുത്തി, ഞാൻ നിങ്ങളെ ഈന്തപ്പനത്തടിയിൽ ബന്ധിക്കുകയും കൈകാലുകൾ വിപരീതമായി ഛേദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള ശക്തമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഫറോവ നീ വിധിക്കുക, നിനക്ക് ഈ ദുനിയാവിലെ വിധിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാതെ പതറാതെ അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് ഈ ആദർശം മതി എന്ന്. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബന അഫ്രിഗ് അലൈനാ സബ്റ, റബ്ബേ ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണമേ, വതവഫനാ മുസ്ലിമീൻ, ഞങ്ങളെ മുസ്ലിങ്ങളായി നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഏതൊരു മനുഷ്യനും പതറുന്ന രംഗമാണ് മരണത്തിൻ്റെ രംഗം. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഏതൊരു മനുഷ്യനും പതറിപ്പോകും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സന്ദർഭത്തിലും ഞാൻ മുസ്ലിമായി മരിക്കുകയാണെങ്കിൽ അതാണ് സൗഭാഗ്യം, മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നുള്ള ചിന്തയാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതീക്ഷ നൽകുന്നത്. കാരണം എന്താ, നമ്മളൊരാൾ യഥാർത്ഥ മുസ്ലിമായി മരണപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അനുഭവങ്ങളെക്കാളും എത്രയോ 10 മടങ്ങ് നമ്മൾക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത സുഖാനുഭൂതിയുടെ ലോകമാണ് പിന്നീട് അവന് മുമ്പിൽ വരാനിരിക്കുന്നത്. പ്രയാസങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത ആനന്ദങ്ങളും സ്വർഗത്തിൻ്റെ അനുഭൂതിയുമാണ് ഖബറിൽ അയാളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഫറോവയുടെ കിരാതമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാലും മുസ്ലിങ്ങളായി മരണപ്പെട്ടാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ ഖൈറ് എന്ന് അവർ മനസ്സിലാക്കി. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കൊലപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന്. അദ്ദേഹം വേഗം നമസ്കരിച്ച് തിരിച്ചു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ കൂടുതൽ സമയം നമസ്കരിക്കുവാൻ എനിക്ക് കൊതിയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ മരണം പേടിച്ചുകൊണ്ട് ഖുബൈബ് നമസ്കാരം ദീർഘിപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അദ്ദേഹം പറയുന്ന കവിതാവാചകം ചരിത്രത്തിന്റെ താളുകളിൽ കാണാൻ കഴിയും. ഫലസ്തു ബാലി ഹീന ഉഖ്താല മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഈ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മുസ്ലിമായി കൊല്ലപ്പെടുക എന്നുള്ളത് എനിക്കൊരു പ്രശ്നവുമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തവഫനാ മുസ്ലിമീൻ എന്നവർ പ്രാർത്ഥിച്ചതിൻ്റെ പൊരുളതാണ് മുസ്ലിമായി മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാം. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, എൻ്റെ റബ്ബേ നീ എനിക്ക് രാജാധികാരം നൽകി. വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനവും നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ സൃഷ്ടികർത്താവായ അല്ലാഹുവേ, അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നീയാണ് എൻ്റെ വലിയ. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. സൂറത്ത് യൂസുഫിൻ്റെ 101-ാമത്തെ ആയത്താണ്. മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് മുസ്ലിങ്ങളുടെ നേതാക്കളായ പ്രവാചകന്മാർ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണത്. മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് മദ്രസകളിൽ പഠിച്ച് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളൊക്കെ പഠിച്ച് അങ്ങനെയുള്ള വിദ്യാർത്ഥിനികൾ പോലും ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഗൗരവമാണ് വിഷയം. ഒരിക്കലൊരു മനുഷ്യൻ അത്യാവശ്യം വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യാനറിയുന്ന, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ നിഷേധികളായ ആളുകളുടെ നാട്ടിലേക്ക് പോയി. അവിടെയുള്ള സ്വാധീനവും സാഹചര്യവും അയാളെ നസ്രാനിയാകാൻ പ്രേരിപ്പിച്ചു. അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ക്രൈസ്തവനായിട്ട് മാറി. അങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ അയാളെ ഒരു പണ്ഡിതൻ സന്ദർശിക്കാൻ പോയപ്പോൾ ചോദിച്ചു, അല്ല നീ ഖുർആൻ പഠിച്ച ആളായിരുന്നല്ലോ,
എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഹലിൽ ഖുർആന ബാക്കി അലാ ഹിഫ്ളിക്, നിന്റെ ഹിഫ്ളിൽ നിന്ന് ഖുർആനിൽ നിന്ന് വല്ലതും ബാക്കിയുണ്ടോ? അയാൾ പറഞ്ഞു, ഞാനൊന്നും ഓർക്കുന്നില്ല. മാ അദ്കുറു മിൻഹു, അതിൽ നിന്ന് ഞാനൊന്നും ഓർക്കുന്നില്ല. ഇല്ല ആയതൻ വാഹിദ, ഒരു ആയത്തൊഴികെ. റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ, നിഷേധികളായ ആളുകൾ കൊതിച്ചു പോകും. ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. മഹാനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നരകക്കാർ നരകത്തിൽ വെച്ച് ചില മുസ്ലിങ്ങളെ കാണും. നരകാവകാശികളായ ആളുകൾ നരകത്തിൽ വെച്ച് മുസ്ലിങ്ങളായ ചില ആളുകളെ കാണുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ മുസ്ലിങ്ങളായിരുന്നല്ലോ, അലസ്തും മുസ്ലിമീന, നിങ്ങൾ മുസ്ലിങ്ങളായിരുന്നല്ലോ. ഖാലു ബലാ, അപ്പോൾ അവർ പറയും, അതേ ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നു. ഖാലു ഫമാ അഗ്നാ അൻകും ഇസ്ലാമുക്കും, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്ലാം ഉപകരിച്ചില്ല അല്ലേ? വഅൻതും മഅനാ ഫിന്നാർ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നരകത്തിലാണല്ലോ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ഇസ്ലാം ഉപകരിച്ചില്ല? നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഈ നരകത്തിലാണല്ലോ. അപ്പോൾ അവർ പറയും, കാനത് ലനാ ദുനൂബുൻ, ഞങ്ങൾക്ക് പാപങ്ങളുണ്ട്, ആ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് ഞങ്ങളിവിടെ അനുഭവിക്കുന്നത് എന്നാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുസ്ലിങ്ങളായ ആളുകൾക്ക് പുറത്തു കൊടുക്കുകയും തൗഹീദുള്ള ശിർക്കില്ലാത്ത മുസ്ലിങ്ങളായ ആളുകൾക്ക് പുറത്തു കൊടുക്കുകയും അവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ആയത്ത് ഓതുന്നതായി നമുക്ക് കാണാൻ കഴിയും. റുബമാ യവദ്ദുല്ലദീന കഫറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് ചോദ്യം കൊടുക്കുകയാണ്. റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ, കാഫിറുകളായ ആളുകൾ ചിന്തിച്ചു പോകും, ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം മുസ്ലിമാവുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് അഭിമാനമുണ്ടാകണം. കൃത്യമായി മാർഗനിർദ്ദേശങ്ങളൊക്കെയുള്ള ഒരു ദീൻ. മറ്റു മതങ്ങളുടെ പേര് പോലും അവർ പ്രമാണമായി കൊണ്ടു നടക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയില്ല. ഇസ്ലാമാണ് നിങ്ങളുടെ മതം എന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ ഖുർആനിലും സുന്നത്തിലും നമുക്ക് ധാരാളം കാണാൻ കഴിയും. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിനെ ദീനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ആയത്ത് സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്താണ്. സമ്മാക്കുമുൽ മുസ്ലിമീൻ, അല്ലാഹു തആല നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് നൽകിയിരിക്കുന്നു എന്ന് സൂറത്തുൽ ഹജ്ജിന്റെ 78-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാകുന്നു എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. എന്നാൽ നസാറാക്കൾ പ്രമാണമായി കൊണ്ടു നടക്കുന്ന അവരുടെ ഗ്രന്ഥങ്ങളിലോ ഹൈന്ദവർ അതുപോലെ തന്നെ മറ്റു മതസ്ഥർ അവരൊക്കെ പ്രമാണമായി കൊണ്ടു നടക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിങ്ങളുടെ മതം ഇന്നതാണ് എന്ന് അവർ സ്വീകരിക്കുന്ന മതത്തെ പറ്റിയുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയില്ല. മറ്റു ദീനുകളൊക്കെ അല്ലെങ്കിൽ മറ്റു ആശയങ്ങളൊക്കെ ഏതെങ്കിലും വ്യക്തികളിലേക്ക് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിലേക്കോ ഗോത്രത്തിലേക്കോ പ്രദേശത്തിലേക്കോ ചേർക്കപ്പെടുന്ന പേരുകളും ആശയങ്ങളും ഒക്കെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് നൽകിയ ദീനാണ് ഇസ്ലാം എന്നുള്ളത്. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വരെ എഴുതുന്ന ലേഖനങ്ങളിൽ അതുപോലെ തന്നെ അവരുടെ ചരിത്ര പഠനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈസ അലൈഹിസ്സലാം മുസ്ലിമായിരുന്നു എന്നുള്ള പ്രയോഗം. നസാറാക്കൾ അവരുടെ നേതാവാണ് എന്ന് പറയുന്ന ഈസ അലൈഹിസ്സലാം അവർ ക്രൈസ്തവർ എന്ന പേരിലാണ് അറിയപ്പെടാൻ ശ്രമിക്കാറുള്ളതെങ്കിൽ ആ ഈസ അലൈഹിസ്സലാമും മറ്റു നബിമാരുമൊക്കെ മുസ്ലിങ്ങളായിരുന്നു. അപ്പം എല്ലാ ആളുകളും അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ അവർ സ്വീകരിച്ച ഒരു ആദർശത്തിലാണ്, ഒരു ദീനിലാണ് നമ്മളെന്ന രൂപത്തിലുള്ള അഭിമാനം പ്രിയമുള്ളവരെ നമുക്കുണ്ടാവണം. അല്ലാഹു തആല പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമമായ വാക്ക് പറയുന്നവനായി മറ്റാരാണുള്ളത്? സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 33-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാമിൽ നിലകൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, മുസ്ലിം പേര് സ്വീകരിച്ചു, രേഖകളിലൊക്കെ OBC മാപ്പിള മുസ്ലിം എന്നൊക്കെ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയില്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ തന്നെ യാക്കൂബ് അലൈഹിസ്സലാം, അവർ മരണാസന്നരായി കിടക്കുമ്പോൾ മക്കൾക്ക് നൽകിയ ഉപദേശമുണ്ട്. ഫവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഅഖൂബ് യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് അലൈഹിസ്സലാമും ഇബ്രാഹിം അലൈഹിസ്സലാമും മക്കളോട് പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, അല്ലാഹു തആല നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ തെരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത്. നമുക്കറിയാവുന്ന മക്കൾ മുസ്ലിങ്ങളായിരുന്നു, അവരോടാണ് ഈ കാര്യം അവർ പറയുന്നത്. മാത്രവുമല്ല അല്ലാഹു പറയുന്നു, അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്, മഹാനായ നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാമിന് മരണമാസന്നമായ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നു. ഇത് ഖാല ലി ബനീ, അദ്ദേഹം തൻ്റെ മക്കളോട് പറഞ്ഞു, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? നമ്മൾ ചോദിച്ചിട്ടുണ്ടോ മക്കളോട്, ബാപ്പാന്റെ മരണത്തിന് ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടോ? മാ തഅബുദൂന മിൻ ബഅദി എന്ന് ചോദിക്കുന്നത് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം. അവർ പറഞ്ഞു, ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങൾ ആരാധിക്കൽ ഉപ്പ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്നിവരുടെ ഇലാഹായ ഏക ഇലാഹിനെയാണ്, അല്ലാഹുവിനെയാണ്. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴ്പ്പെടുന്നവരാണ്, അഥവാ ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളാണ് എന്നവർ പ്രഖ്യാപിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞതെന്താ? വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ ഒന്നാമത്തെ ആളാകാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത് എന്നാണ്. അതുപോലെ തന്നെ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ എന്നും നമുക്ക് കാണാൻ കഴിയും. സൂറത്തു സുമറിന്റെ 12-ാമത്തെയും സൂറത്തു നംലിന്റെ 91-ാമത്തെയും ആയത്താണ്. ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, ഇന്ന സ്വലാത്തി, തീർച്ചയായും എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ ആരാധനാ കർമ്മങ്ങൾ, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവുമെല്ലാം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കാളിയുമില്ല. വബിദാലിക ഉമിർതു, അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമത്തെ ആളുമാകുന്നു. അപ്പോൾ മുസ്ലിമാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാരുമെല്ലാം മുസ്ലിങ്ങളായിരുന്നു എന്ന് മാത്രമല്ല, അവരൊക്കെ അവരുടെ ഇസ്ലാം പ്രഖ്യാപിച്ചവരും ആ ഒരു ഇസ്ലാമിലേക്ക് ജനങ്ങളെ വിളിച്ചവരുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ദീൻ എന്ന് പറയുന്നത് ഏതോ ഒരാൾ തൻ്റെ ആശയം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചതല്ല, അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യൻ പ്രചരിപ്പിച്ച ഒരു തത്വചിന്തയല്ല. ഇത് അള്ളാഹുവിൽ നിന്നുള്ള ദീനാണ്. എല്ലാ രംഗത്തും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വക്താക്കളാണെന്ന ബോധത്തോടുകൂടി, ആ ഒരു അഭിമാന ബോധത്തോടുകൂടി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഇസ്ലാം അത് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കണമെന്നുള്ളതല്ല, മറിച്ച് ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പലപ്പോഴും അത് പ്രഖ്യാപിക്കുവാൻ പേടിക്കുകയോ മടിക്കുകയോ ചെയ്യുന്നൊരവസ്ഥയാണ് ആളുകൾക്കുള്ളത്. അതുപോലെ തന്നെ ഒരു തിന്മയിലേക്ക് വിളിക്കുമ്പോൾ എനിക്കതിൽ പങ്കെടുക്കാൻ കഴിയില്ല, ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ആ ഒരു വൃത്തികേടിന് പണം തരാൻ എനിക്ക് കഴിയില്ല, ഞാനൊരു മുസ്ലിമായ കച്ചവടക്കാരനാണ് എന്ന് പറയാൻ കഴിയണം.
എനിക്ക് ഹറാമായത് തിന്നാൻ കഴിയില്ല, ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയണം. ജീവിക്കാൻ വേണ്ടി പലതും ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഞാനൊരു മുസ്ലിമാണ് എന്ന ചിന്ത നമുക്കുണ്ടാവണം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ നിങ്ങൾ സമ്പൂർണമായി സമർപ്പിക്കുക, ഇസ്ലാമിലേക്ക് സമ്പൂർണമായി പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു. വ്യക്തമായ ശത്രുവായ നമ്മെ പിഴപ്പിക്കുവാൻ വേണ്ടി വിശ്രമമില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ശൈത്താനെയും അവൻ്റെ അനുയായികളെയും പിൻപറ്റിക്കൊണ്ട് നമ്മൾ നരകത്തിൻ്റെ മാർഗം സ്വീകരിക്കരുത്. ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ വേദത്തിലെ ചിലത് മാത്രം ഉൾക്കൊള്ളുകയും മറ്റുള്ളത് നിരാകരിക്കുകയും ചെയ്യുന്ന വേദക്കാരെ പോലെ നമ്മളാകരുത്. നമുക്കിഷ്ടമുള്ളതൊക്കെ സ്വീകരിക്കാം, അല്ലാത്തതൊക്കെ ഒഴിവാക്കുക. ചില ആളുകൾ സാമ്പത്തിക രംഗം വളരെ ഉഷാറായിരിക്കും, പക്ഷേ അവരുടെ മറ്റു ചില മേഖലകൾ കൗടംബിക രംഗത്ത് അവർ വളരെ മോശമായിരിക്കും. സമ്പത്തിൻ്റെ കാര്യമൊക്കെ വളരെ കൃത്യമാണ്, പക്ഷേ കുടുംബത്തിക്ക് വന്നാൽ അവൻ ഇസ്ലാമിൻ്റെ ആചാരം, ഇസ്ലാമിൻ്റെ സ്വഭാവമൊന്നുമല്ല അവനുള്ളത്. ചില ആളുകൾ കുടുംബരംഗത്തൊക്കെ ഉഷാറായിരിക്കും, നല്ല സ്വഭാവമൊക്കെ അവൻ കണ്ടാൽ, പക്ഷേ അവരുമായി സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ മനസ്സിലാകും അവൻ്റെ ഇസ്ലാമിനോടുള്ള താല്പര്യത്തെ സംബന്ധിച്ച്. ചില ആളുകളെ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിലൊക്കെ സമ്പത്തൊക്കെ ചെലവഴിക്കും, പക്ഷേ അവരുടെ മറ്റു നമസ്കാരം പോലെയുള്ള ഇബാദത്തുകളൊന്ന് പരിശോധിച്ചാൽ അത് കൃത്യമായ രൂപത്തിലാവില്ല, മറ്റു പല രൂപത്തിലുമായിരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രൂപത്തിലായിരിക്കും ചെയ്യേണ്ടാവുക. ചില ആളുകളെ കളവ് പറയുന്ന സ്വഭാവമുള്ള ആളുകളായിരിക്കും, ഏതെങ്കിലും ഒരു രംഗത്ത് മാത്രമല്ല. ചില ആളുകളെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ അത് കൊടുത്തങ്ങനെ എടുത്തു പറഞ്ഞത് ബാത്തിലാക്കുന്ന പ്രവർത്തനമായിരിക്കും ചെയ്യാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ രംഗത്തും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉറങ്ങി എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, വീട്ടിലുള്ള പ്രവർത്തനം മുതൽ പുറത്തിറങ്ങുന്ന പ്രവർത്തനങ്ങൾ വരെ, പള്ളിയിലേക്ക് വന്നാൽ മാത്രമല്ല കുടുംബരംഗത്തും യാത്രക്കിടയിലും എല്ലാ രംഗങ്ങളിലും പരമാവധി തഖുല്ലാഹ മസ്തതഅതു എന്നുള്ള പറഞ്ഞില്ലേ, നിങ്ങൾ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായി കൊണ്ട് നമ്മൾ പാലിക്കുക. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഒരു രംഗത്തുള്ള വീഴ്ച മറ്റു രംഗങ്ങളെ കൂടി ബാധിക്കുമെന്നുള്ളതാണ്. ഒരാളെ കൃത്യമായി നമസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ സക്കാത്തിൻ്റെ വിഷയത്തിൽ അയാൾ വീഴ്ച വരുത്തുമ്പോൾ സ്വാഭാവികമായി അയാളുടെ നമസ്കാരത്തെ അത് ബാധിക്കും. അതുപോലെ തന്നെ കുടുംബരംഗത്തുള്ള ശിഥിലീകരണങ്ങൾ അവൻ്റെ ഇബാദത്തുകളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ രംഗത്തും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ഹലാലും ഹറാമും നോക്കി, നേരും നെറിയും നോക്കി, ഇതൊക്കെ എനിക്ക് പാടുണ്ടോ ഇല്ല എന്ന് പരിശോധിച്ച് ആ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുമായി ചോദിച്ചറിഞ്ഞ് ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളായിക്കൊണ്ട് ജീവിക്കുവാൻ കഴിയുക. യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളായി നമ്മൾ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിങ്ങളായി തന്നെ നെറ്റിയിൽ വിയർപ്പുകണങ്ങളുമായി ഈ ലോകത്തോടുകൂടി വിട പറയുവാൻ സാധിക്കുക. അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞത് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. സൂറത്തു ആല ഇമ്രാനിൻ്റെ 102-ാമത്തെ ആയത്താണ്. ഇവിടെയുള്ള അമുസ്ലിങ്ങളായ ആൾക്കാരെ വിളിച്ചിട്ടല്ല പറഞ്ഞത് നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്, മറിച്ച് മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ച അല്ലാഹു തആല പറയാണ് നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹു തആല കൃത്യമായ രൂപത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനും അത് ജനങ്ങൾക്ക് എത്തിക്കുവാനും ആ ഒരു മാർഗത്തിൽ തന്നെ മരണം വരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.